ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. സോ ഞാൻ എൻ്റെ ചേച്ചിയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നതാണ്. ദി ബ്യൂട്ടിഫുൾ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് അപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഇവിടെ വന്നത് ഇത് ആക്ച്വലി ഉള്ളത് ഹൊസൂർ ആനക്കൽ സൈഡിലാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. അവിടെ ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ ബാക്ക് ടു അവർ ടോപ്പിക്. ഞാൻ ബൈക്ക് റൈഡ് ചെയ്തിട്ടാണ് വന്നത്. സോ എൻ്റെ മൈ ഓൺ ബൈക്കിലാണ് ഞാൻ വന്നത്. സോ ഇത്രയും ദൂരം ഒരു 450-500 കിലോമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ്ലി ഞാൻ റൈഡ് ചെയ്തിട്ടാണ് വന്നത്. സോ അതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ കേട്ടോ. സോ ദി റൈഡിങ് കംഫർട്ട് ഈസ് റിയലി എക്സലൻറ്റ്. ആൻഡ് പിന്നെ ഇതിൽ കുറച്ച് ഡ്രോബാക്സും വരുന്നുണ്ട്. സസ്പെൻഷൻ വന്നിട്ട് ലിറ്റിൽ ബിറ്റ് ഓൺ ദി ഹാർഡർ സൈഡ്. സോ നമുക്ക് അത്ര ഒരു ഈസി കംഫർട്ട് നമുക്കിതിൽ കിട്ടില്ല, നോട്ട് ലൈക്ക് എ ക്രൂസർ. ഇപ്പോൾ ക്രൂസർ എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സസ്പെൻഷനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എസ്പെഷ്യലി റോയൽ എൻഫീൽഡ്, പിന്നെ അതേപോലെ തന്നെ CBR 350 ഹൈനസ് അങ്ങനെയുള്ള ബൈക്സിലൊക്കെ സസ്പെൻഷൻ അത്യാവശ്യം നല്ല ട്യൂൺഡായിരിക്കും. നല്ല സോഫ്റ്റ്വെയർ സൈഡിലാണ് സസ്പെൻഷൻ വരുന്നത്. പക്ഷേ ഇതിൽ അത്യാവശ്യം ഹാർഡർ സൈഡാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രാക്ക് ഓറിയൻറ്റഡ് ബൈക്കാണ്. നേക്കഡ് സ്ട്രീറ്റ് ബൈക്ക് ആയതുകൊണ്ട് അതിൻ്റെ സസ്പെൻഷൻ ഇത്തിരി ഒരു ഹാർഡർ സൈഡിലാണ്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കോർണറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറ്റ് വാസ് ഓക്കെ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് മോണോ സസ്പെൻഷനാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു മോഡറേറ്റ് സോഫ്റ്റ് ആണ് ഇതിൽ റൈഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ എന്നാലും ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ ക്രൂസർ സസ്പെൻഷൻ. ഓക്കെ. ആൻഡ് പിന്നെ എൻജിൻ വൈസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി റിഫൈൻഡ് ആൻഡ് നല്ല അടിപൊളി എൻജിനാണ്. 160cc ലിക്വിഡ് കൂൾഡ് അല്ല, എയർ പ്ലസ് ഓയിൽ കൂൾഡ് എൻജിനാണ് ഇതിൽ വരുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല പവർ കിട്ടും, നല്ല ടോപ്പ് എൻഡ് കിട്ടും നമുക്കിതിൽ. ഞാൻ മാക്സിമം അച്ചീവ് ചെയ്തത് 122 km/hലാണ് അച്ചീവ് ചെയ്തത്. അതിൻ്റെ മേലെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഹൈവേയിൽ. പിന്നെ ഞാൻ സൺഡേ ആണ് ഞാനിവിടെ എത്തിയത്. അത്യാവശ്യം നല്ല ട്രാഫിക്കായിരുന്നു. ഉഗാഡി ഫെസ്റ്റിവൽ കഴിഞ്ഞ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലഗേജ് ഞാൻ ബാക്ക് പാക്കായിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ റിസ്റ്റ് പെയിനും വന്നിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ദി ട്രാഫിക്. ഇറ്റ് ഈസ് വെരി ഹ്യൂജ് ട്രാഫിക് ആയിരുന്നു ഇവിടെ വരുന്ന സമയത്ത്. ഓക്കെ. ആൻഡ് വേറെ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിയലി എക്സലൻറ്റ്. സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്, ഡുവൽ ചാനലല്ല. ബാക്ക് വന്നിട്ട് ഡ്രം ബ്രേക്ക് ആയിരുന്നു. പക്ഷേ എൻജിൻ വൈസ് പറയുകയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ടൊരു ലാഗോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻജിൻ വൈസ് വെരി ഓക്കെ, നല്ല സ്മൂത്ത് എൻജിനായിരുന്നു. പിന്നെ അത് അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള പവർ ലാഗോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഞാൻ നെക്സ്റ്റ് ടുമോറോ ഞാൻ ഗോയിങ് ടു ചെന്നൈ. സോ അവിടെ എത്തിയിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. Until then, have a good day and please follow my YouTube channel and share your love.